സ്റ്റാർട്ട്. ഓക്കെ, ലോജിക്കൽ റീസണിങ്. ഓക്കെ, സോ മക്കളെ, നമുക്കറിയാം അറൗണ്ട് ഒരു 20 മാർക്സിൻ്റെ വെയിറ്റേജ് വരുന്ന ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിങ് എന്നുള്ള ടോപ്പിക്ക് അല്ലേ. സോ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ഒന്ന് ബ്ലഡ് റിലേഷനാണ്. ഓക്കെ, രണ്ടാമത്തത് ഡയറക്ഷൻ ടെസ്റ്റ്. ഓക്കെ, ഡയറക്ഷൻ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ കോഡിംഗ് ഒക്കെ ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടാവും അല്ലേ, കോഡിംഗ്. യെസ്, ആൻഡ് ഫൈനലി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്നുള്ള ടോപ്പിക് ഉണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. സോ ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് മെയിനായിട്ട് ലോജിക്കൽ റീസണിങ്ങിൽ പഠിക്കാനുള്ളത്. സോ മേ ബി ദേ വിൽ കവർ അറൗണ്ട് 20 മാർക്സ്, മേ ബി 5 മാർക്സ് ഈച്ച്, മേ ബി ഡിഫറെൻ്റ് ആവാം. ഓക്കെ, സോ 20 മാർക്കിനടുത്ത് ക്വസ്റ്റ്യൻസ് എന്തായാലും ഇവിടുന്ന് വരും. ഓക്കെ, സി നമുക്കിപ്പോൾ ഡയറക്ഷൻ ടെസ്റ്റ് എന്താണെന്ന് പറയാൻ നോക്കാം. സി ഡയറക്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയണം അല്ലേ. യെസ്, ആൻഡ് ദിസ് ഈസ് നോർത്ത് ഈസ്റ്റ്. ഓക്കെ, അതേപോലെ സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ്. സോ ഈ കാര്യങ്ങൾ അറിയണം. അപ്പോൾ നിങ്ങളോട് ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ പോയി അല്ലേ, ഇതൊരു 10 മീറ്റേഴ്സ് പോയിട്ടുണ്ട്, റൈറ്റിലോട്ട് പോയിട്ടുണ്ട്, പിന്നെ ലെഫ്റ്റിലോട്ട് പോയി. ഓക്കെ, പിന്നെ വീണ്ടും കുറച്ച് ഇതൊരു 5 കിലോമീറ്റേഴ്സാണ് സ്ട്രെയിറ്റ് പോയത്, ലെഫ്റ്റ് പോയേ. അത് കഴിഞ്ഞിട്ട് ഈ പോയിന്റിൽ നിന്ന് പിന്നെ ഒരു 5 കിലോമീറ്റേഴ്സ് എന്ത് ചെയ്തു, വീണ്ടും ഒരു ലെഫ്റ്റ് എടുത്തു. സോ ഈ ഒരു പോയിന്റിലാണ് ഉള്ളത്. ഓക്കെ അല്ലേ. യെസ്, എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും ഓക്കെ ഏത് ഡയറക്ഷനാണ്. സോ നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതാണ് നോർത്ത് ഈസ്റ്റ് ആണ് അല്ലേ. നേരെ മറിച്ചിട്ട് ഇവർ ചോദിക്കുകയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്, ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. സോ ദാറ്റ് വിൽ ബി വെസ്റ്റ് സൈഡ്. ഓക്കെ, സോ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ എത്ര ഡിസ്റ്റൻസ് ആണ് സോ ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് അങ്ങനെ ചോദിക്കാം. സി ഇഫ് ദേ ആർ ആസ്കിങ് ലൈക്ക് ദാറ്റ്, ഇത് ഇവിടെ 5 അല്ലേ. സോ നോക്ക്, നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ 10 വന്നു, എന്നിട്ട് 5 എന്ന് പറഞ്ഞു, പിന്നെ ഒരു 5 വന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇത് കറക്റ്റ് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും, 5 ആയിരിക്കും. സോ സ്ക്വയർ പോലെ വരിക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം ഇതെന്താ, ഈ 5 ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇത് 5 ആയിരിക്കും, ഇവിടെ 5 ആയിരിക്കും അല്ലേ. യെസ്, സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പുറത്തും 5 ഉണ്ട്. പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്തെടുക്കാം, സി 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്നുള്ള രീതിയിൽ എടുക്കാം. സോ ദാറ്റ് ഇവിടെ നിങ്ങൾക്ക് 50 കിട്ടും. ഓക്കെ, സോ 50 ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. സോ റൂട്ട് ഓഫ് 50 ആയിരിക്കും ആൻസർ വരിക. ക്ലിയർ അല്ലേ. യെസ്, സോ കോഡിങ്ങിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് അറിയേണ്ട കാര്യം ആൽഫബെറ്റ്സ് ഉണ്ടല്ലോ. സോ ABCD എന്നുള്ള ആൽഫബെറ്റ്സ് ഫ്രണ്ട് സൈഡിലോട്ട് 1 2 3 4 5 6 അങ്ങനെ 26 വരെ നമ്പേഴ്സ് ഉണ്ട്, അതറിയണം. ബാക്കിലോട്ട് നോക്കുമ്പോഴും ഓരോ ഡിജിറ്റിനും എത്രാമത്തെ നമ്പറാണ്, എത്രാമത്തെ ഡിജിറ്റ് ആണെന്നുള്ള ഒരു ഐഡിയ വേണം. അങ്ങനെ ആയിരിക്കും. ഓക്കെ, പിന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കോഡൊക്കെ ആയിരിക്കും പറയുക. അപ്പോൾ NDA എന്നൊക്കെ തന്നിട്ട് they are telling that 3 5 2 എന്ന് പറയണം. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി Nന് 3 കൊടുത്തിട്ടുണ്ട്, Dക്ക് 5 കൊടുത്തിട്ടുണ്ട്, Aക്ക് 2 കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ, സോ അങ്ങനെ ഒരു റിലേഷൻ ആയിരിക്കാം ഇതുപോലെ തന്നിട്ടുണ്ടാവുക. സോ ദാറ്റ് ദേ വിൽ ആസ്ക് യു വാട്ട് ഈസ് ആൻഡിൻ്റെ എന്താണെന്ന് ചോദിക്കാം. സോ ഇങ്ങനെ ചോദിക്കില്ല, ചിലപ്പോൾ അവർ NDA തന്നു, അതേപോലെ ഇനീഷ്യൽ എന്ന് പറഞ്ഞിട്ടൊക്കെ തരികയാണ്. ഓക്കെ, എന്നിട്ട് ദേ ആർ ആസ്കിങ് യു ഇന്ത്യ. ഓക്കെ, സോ അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്പർ സീരീസ് അല്ലേ, 1 2 3 4 5 അടുത്ത നമ്പർ എന്താ. ഓക്കെ, 2 4 6 8 അടുത്ത നമ്പർ എന്താ. സോ ആ രീതിയിലായിരിക്കും ചോദിക്കുക. ദിസ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സ്കിൽ. ഓക്കെ, പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ചോദിച്ചെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കാം. മേ ബി ഇയാൾ ഇവിടെ ഒരാളെ പ്ലേസ് ചെയ്തിട്ട് അയാളുടെ റൈറ്റ് സൈഡിൽ ഒരാളുണ്ടാവാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഒരാളുണ്ടാവാം. ഓക്കെ, സോ ഈ പറയുന്ന ആൾ ബാക്കി 2 പേരുടെ നടുക്കാണുണ്ടാവും. സോ ആ രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻ വരിക അല്ലേ. സോ അത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാണ്ട് ചെയ്യാൻ പറ്റും മക്കളെ. പക്ഷേ സർക്കുലറിൻ്റെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഓക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഓക്കെ, സോ സർക്കുലറിൻ്റെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, വി നോ ദാറ്റ് 72 സെക്കൻഡ്സ് മാത്രമേ നമുക്ക് ടൈമുള്ളൂ. ആ 72 സെക്കൻഡ്സിൽ നമ്മൾ ഈ 100 മാർക്സ് അറ്റൻഡ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 70 മാർക്കൊക്കെ അറ്റൻഡ് ചെയ്ത് ഓക്കെ 80 മാർക്ക് അറ്റൻഡ് ചെയ്ത് ബാക്കിയൊന്നും അറിയില്ല. ഇനി ആകെ ബാക്കിയുള്ളത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഓർ എൽസ് നിങ്ങൾ നല്ല ബ്രില്യൻ്റ് ആണ്, യു ഹാവ് റോട്ട് ഓൾമോസ്റ്റ് 95 മാർക്സ് ക്വസ്റ്റ്യൻ എല്ലാം എഴുതി, ബാക്കി 5 മാർക്കിന് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് എടുക്കാം. മനസ്സിലായോ. സോ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം സർക്കുലർ അറേഞ്ച്മെൻറ്റിലോട്ട് പോയാൽ മതി. ഓക്കെ, പിന്നെ ബ്ലഡ് റിലേഷൻ ഞാൻ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു രീതി പറഞ്ഞുതരാം. സപ്പോസ് നമ്മൾ A എന്ന് പറയുന്ന ആൾ ലേഡി ആണെങ്കിൽ സർക്കിൾ ഇട്ട് കൊടുക്കും, B എന്ന് പറയുന്ന ആൾ ജെൻറ്റ് ആണെങ്കിൽ ഓക്കെ മെൻ ആണെങ്കിൽ നമ്മളൊരു ഇങ്ങനൊരു വര ഇട്ട് കൊടുക്കും. ഓക്കെ, സോ ദാറ്റ് A ആൻഡ് B ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം സിസ്റ്റേഴ്സ് ആണ്. സിംഗിൾ ലൈൻ സ്റ്റാൻഡ്സ് ഫോർ ബ്രദർ ആൻഡ് സിസ്റ്റർ എന്നുള്ള രീതിയിൽ വരുന്നത്. ഇത് 2 സിസ്റ്റേഴ്സ് ആണ് അല്ലേ. സോ ഇഫ് നമ്മളിങ്ങനെ വരയ്ക്കണമെങ്കിലോ യെസ് ഫസ്റ്റത്തെ ആളാരാ, ഓക്കെ സിസ്റ്റർ ആൻഡ് ബ്രദർ എന്ന രീതിയിൽ വരും.
ആൻഡ് എ ബി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിലോ ബ്രദേഴ്സാണ്. ഓക്കെ, പിന്നെ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഈക്വൽ ടു ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഡബിൾ ഈക്വൽ ടു ഇട്ടിട്ടുണ്ടെങ്കിൽ, ഡബിൾ ലൈൻസ് എടുക്കണമെങ്കിൽ. അതേപോലെ ഇങ്ങനെയാണ് ലൈൻ എ ബി താഴോട്ടേക്ക് മുകളിലോട്ടേക്ക് ആണെങ്കിൽ, ഓക്കെ, സോ ഇതിൻ്റെ അർത്ഥം മക്കളാണ് എന്നുള്ള രീതിയിലാണ്. സോ എ ആൻഡ് മക്കൾ മീൻസ് ഐ മീൻ എയുടെ മോനാണ് ആര്, എയുടെ മോളാണ് ബി. ഇവിടെ രണ്ടുപേരും ലേഡീസ് ആണല്ലോ. ഓക്കെ, സോ രണ്ടിന് സർക്കിൾ ഇട്ടുകൊണ്ട് ലേഡീസ് ആണ്. അതുകൊണ്ട് എ എന്ന് പറയുന്ന അമ്മ, ബി എന്ന് പറയുന്നത് മകളാണ്. ഓക്കെ, സോ ഇഫ് യു ആർ ഡ്രോയിങ് ലൈക്ക് ദിസ്, എ അമ്മയാണ്, ബി മകനാണ്. ഓക്കെ, സോ നമുക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് പിടിക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് എയുടെ ഫാദറാണ് ബി, ഓക്കെ, ബിയുടെ മദറാണ് സി, സിയുടെ സിസ്റ്ററാണ് ഡി എന്ന് പറഞ്ഞ് നമുക്ക് ഇതുപോലെ സിമ്പിൾ വരച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഫൈനലി നമുക്ക് എല്ലാം കൂടി കുഴയില്ല. ഓക്കെ, സോ ലാസ്റ്റ് ആരുടെ തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, സെറ്റ്. സോ ഇതുപോലെ പ്രോപ്പറായിട്ട് ചെയ്യാം. ഓക്കെ, സെറ്റ്, സ്റ്റോപ്പ്.